ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു 8 സൈസ് ഫോട്ടോ വരയാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോ വെച്ചിട്ട് ഒരു കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന ഫോട്ടോയാണ്. സെപ്പറേറ്റ് ഫോട്ടോ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന ഒരു ഫോട്ടോയും കൂടിയാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് വേറെ വരയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കണ്ണും കാര്യങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് 2B HB പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത് തന്നെ. പിന്നെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസും അതുപോലെ കഴുത്ത് ജസ്റ്റ് വരച്ച് സ്റ്റാർട്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് തന്നെ. കാരണം അത് ഐസ് വരയ്ക്കും, പിന്നെ പിരികം, പിന്നെ മൂക്ക്, നെറ്റി, ആ ഒരു പോർഷൻ അങ്ങ് വരച്ച് 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 പിന്നെ ഹെയറിലേക്ക് കയറും. ഹെയറിൽ കയറുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു തീർന്ന പേന എടുക്കും, എന്നിട്ട് പേന കൊണ്ട് ജസ്റ്റ് വരച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ഷെയ്ഡ് ചെയ്തിട്ട് അത് കൂട്ടി കൂട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ മറ്റേ ഈ ഫോട്ടോയിലേക്കും യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡ്രസ്സ് ഷെയ്ഡിങ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് വരുവാണെങ്കിൽ പറയുവാണെങ്കിൽ ഡ്രസ്സ് ഷെയ്ഡിങ് ഏറ്റവും സിമ്പിളാണ്. കാരണം ഇങ്ങനത്തെ ഷർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഷെയ്ഡ് ചെയ്യാം. കാരണം വേറൊന്നുമില്ല, നമ്മളിങ്ങനെ ഒരു പെൻസിൽ എടുക്കുക, തീർത്ത പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് കൊണ്ട് ബ്ലേഡും കൊണ്ട് ചിരണ്ടിയിട്ട് പൊടി എടുത്ത് വെക്കുക. എന്നിട്ട് ആ പൊടി നമ്മുടെ ബ്രഷിൽ മുക്കിയിട്ട് ഇതേപോലെ വരയ്ക്കുക. അപ്പോൾ എവിടേക്കാണ് ഷർട്ടിൻ്റെ ഡാർക്ക് കാണുന്നത് അവിടെ മാത്രം വരയ്ക്കുക. വരച്ചിട്ട് അവസാനം ഒന്ന് മായ്ച്ച് ലെവലാക്കുവാണെങ്കിൽ ഷർട്ട് നമുക്ക് പ്രോപ്പറായി കിട്ടും. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്താണ് ആ ചേച്ചീൻ്റെ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം പൊടിയെടുക്കും, ഡാർക്ക് കൂടിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് വിടും. എന്നിട്ടൊന്ന് ബ്രഷും കൊണ്ടൊന്ന് മൊത്തം ഒന്ന് ബ്ലെൻഡാക്കി വിടും. എന്നിട്ട് അവസാനം മായ്ക്ക് റബ്ബർ കൊണ്ടൊന്ന് മായ്ച്ച് ലെവലാക്കി എടുക്കും. അപ്പോൾ ഇതേ സെയിം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇല്ലേ, സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കുവാണ്. ഞാൻ ഏറെക്കുറെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, കൂട്ടിച്ചേർത്ത് വരച്ച ഫോട്ടോയാണ്, സെപ്പറേറ്റ് ഫോട്ടോയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫേസും കാര്യങ്ങളും കറക്റ്റ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലിയർ ആക്കി എടുത്ത് ആ ചേച്ചിയായിട്ട് കൂട്ടിച്ചേർത്ത് വരച്ച ഫോട്ടോയാണ്. ആ ചേട്ടൻ മരിച്ചു പോയാണ്. അപ്പോൾ ബന്ധുക്കാരുന്ന വർക്കാണ്. അപ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ റിസ്ക് അടിച്ചിട്ട് വരച്ചു. അപ്പോൾ നമ്മൾ ബാക്കി ജസ്റ്റ് ആ പൊടിയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് വിടുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും ഷെയ്ഡിങ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് വിടുക. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു അമ്പലം വരയ്ക്കണം. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ, വീഡിയോ കാണിക്കുന്നില്ല. അവസാനം വരച്ച് കഴിഞ്ഞിട്ട് മൊത്തത്തിലായിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് വരച്ച് കഴിഞ്ഞ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. റിട്ടയർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ അമ്പലവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കടയിൽ കൊണ്ട് കൊടുത്ത് ഫ്രെയിം ആക്കിയിട്ട് വേണം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തുള്ള ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ വരയ്ക്കുന്ന എല്ലാ ഫോട്ടോയും ഇവിടെ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്യിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഫ്രെയിമൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് ഫൈനൽ ലുക്ക് കാണണ്ടേ, വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടോ?